പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അറിയാലോ, ഡെയിലി സീരീസിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാല് മണി മാനിഫെസ്റ്റേഷൻ. നമുക്ക് എങ്ങനെ കൂടുതലായിട്ട് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് മണി നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളിപ്പോൾ സമ്പത്തിലൂടെ ആണെങ്കിലും ഏൺ ചെയ്യുന്നതാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളുടെ ലൈഫിൽ മണി വേണം. മണി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മനുഷ്യനായിട്ടുള്ള ആളുകൾക്ക് അത് കൂടിയേ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള മണി എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് നേടിയെടുക്കാം, അതിനെ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന പ്രിൻസിപ്പിളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെ വാട്ട് യു തിങ്ക് യു ബിക്കം, ബുദ്ധൻ പറഞ്ഞതുപോലെ ആ ഒരു പ്രിൻസിപ്പിളിലൂടെ നമുക്ക് എങ്ങനെ കൂടുതൽ മണി മാനിഫെസ്റ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഈ വീഡിയോ യൂട്യൂബിൽ, ഇതിപ്പം വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കാണുന്ന ആളുകൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് ഇതേപോലെയുള്ള ലൈവ് ക്ലാസ്സസ്, ഫ്രീ ക്ലാസ്സസ് നമ്മുടെ കൂടെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിക്കാം. അത് കൂടാതെ കംപ്ലീറ്റ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്ന അലൈൻമെന്റും ഹീലിംഗും കൃത്യമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പ്രോസസ്സുകളൊക്കെ പഠിപ്പിച്ചു തരുന്ന പെയ്ഡ് ക്ലാസ്സും ഡീറ്റെയിൽസും ആ ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യുക. ഒന്നെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്തായാലും ആ ഗ്രൂപ്പിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ പെയ്ഡ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഷെയർ ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ അത് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്ക് എങ്ങനെ കൂടുതലായിട്ട് പണം നമുക്ക് ആകർഷിച്ചെടുക്കാം, അല്ലെങ്കിൽ പണം നേടിയെടുക്കാം. ലോക്കൽ മാൻ്റെ ഭാഷയിൽ പറഞ്ഞ പണം നമുക്ക് നേടിയെടുക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു സാധാരണ യൂണിവേഴ്സ് അല്ല. നമ്മൾ മനുഷ്യനായിട്ടുള്ള വ്യക്തികൾ, ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ, ഇതൊക്കെ വന്നു അപ്പം ക്ലാസ് ഡിസ്റ്റർബ് ആവരുത്, അതുകൊണ്ടാണ്. അപ്പൊ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന, സാധാരണ നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു ലോകമല്ല. ഇതൊരു ഒരു വൈബ്രേഷന്റെ ലോകമാണ്, അല്ലെങ്കിൽ തരംഗങ്ങളുടെ ലോകമാണ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നൊക്കെ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഓരോ ചിന്തകളും ആ ചിന്തകളിലേക്ക് കടക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതൊരു തരംഗത്തിന്റെ ലോകമാണ്, വൈബ്രേഷന്റെ ലോകമാണ്. അപ്പൊ ആ വൈബ്രേഷന്റെ ബേസ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണെന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങനെ സാധാരണ മനുഷ്യന്റെ നോട്ടത്തിൽ അങ്ങനെ മനസ്സിലാക്കാം. ഇതൊരു വൈബ്രേഷൻ ബേസ്ഡ് യൂണിവേഴ്സ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഇത് നോക്കിയേ. നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാല് ബാക്കിയുള്ള ജീവികളൊന്നും ഈ ലോകത്ത് അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല, ശരിയല്ലേ? ബാക്കിയുള്ള ജീവികളൊന്നും ഈ ലോകത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി മാത്രമാണ് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്, ഈ ലോകത്തിന്റെ അധിപനായി വാണിരിക്കുന്നത് അല്ലെ. കാട്ടിൽ ജീവിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ജീവികളാണ് സിംഹവും പുലികൾ. പക്ഷെ അവരെയൊക്കെ നമ്മൾ കാട് എന്നൊരു ക്ലാസ് വിഷു, മേ ബി നമ്മുടെ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയാമെങ്കിൽ കൂടി ഒരു ഒരു എന്താണ് ഒരു ഇവിടെ നിന്ന് ഒരു ഡ്രോൺ എടുത്ത് നമ്മൾ പൊക്കി ആകാശത്ത് നോക്കിയിട്ട് ഒരു ദൈവം എന്ന കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിൽ നോക്കിയാലും മനുഷ്യൻ തന്നെയാണ് പവർഫുൾ. മനുഷ്യന് ഫിസിക്കലി പവർഫുൾ അല്ല, ആനയുടെ അത്ര വലുതല്ല. വലിയ ജീവിയായ ആനയെ പോലും മെരുക്കാനായിട്ട് പുലിക്കൊക്കെ ആക്രമിക്കാൻ മാത്രം പറ്റും, മെരുക്കി എടുത്ത് കൂടെ നിർത്താനൊന്നും പറ്റില്ല. പട്ടി പോലുള്ള ജീവികളൊക്കെ, അതായത് അവനുമായിട്ട് സറൗണ്ട് ചെയ്ത ജീവികളെയൊക്കെ ഇണക്കാനുള്ള പ്രത്യേക ശേഷി, എല്ലാം കൊണ്ടും ഈ ലോകത്തിന്റെ അധിപനാവാൻ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗത്തിൽ കൂടുതലായി പ്രവഹിക്കാനുള്ള, കൂടുതലായി അവന്റെ വരുതിയിൽ കൊണ്ടുവരാനുള്ള, അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഇതാണ് മനുഷ്യ ജീവിതമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്, അതിനുശേഷം പിന്നെ ജന്മമില്ല, പട്ടിയെയും പൂച്ചയും എന്നൊക്കെ ഒരുപക്ഷെ സത്യമാവും സത്യമല്ലാതിരിക്കുക. അതിലൊക്കെ പറയാൻ കാരണവും ഇത് തന്നെയാണ്. അവൻ ഈ ലോകം, നമ്മളൊരു പക്ഷേ ഈ ജീവിതത്തിനപ്പുറത്തേക്ക് സ്വർഗവും നരകവും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും അതിനപ്പുറത്തേക്ക് സ്വർഗവും നരകവും ഒന്നും ഇല്ലെന്നുള്ള സത്യവും, ഇതൊരു വൈബ്രേഷൻ ബേസ്ഡ് യൂണിവേഴ്സ് ആണെന്ന് തിരിച്ചറിയുമ്പോഴായിരിക്കും നമുക്ക് ആ തിരിച്ചറിവ് കിട്ടുക. ഈ യൂണിവേഴ്സിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. മനുഷ്യ ജീവിക്കും, മനുഷ്യന്റെ സഹവാസമുള്ള സഹജീവികളായ മനുഷ്യന്മാർക്കും ഈ ലോകത്ത് എന്തും നേടിയെടുക്കാൻ പറ്റും. കാരണം ഇതൊരു വൈബ്രേഷൻ ബേസ്ഡ് യൂണിവേഴ്സ് ആണെന്നും ആ വൈബ്രേഷനെ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്? നമ്മുടെ ചിന്തകൾ കൊണ്ട്. ബുദ്ധൻ പറഞ്ഞതുപോലെ വാട്ട് യു തിങ്ക് യു ബിക്കം, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ ആയിത്തീരുന്നു. ബുദ്ധൻ പറഞ്ഞതുപോലെ, ബുദ്ധൻ നിസ്സാരക്കാരനല്ല, മെഡിറ്റേഷനിലൂടെ
അദ്ദേഹം ഇത് കണ്ടെത്തിയതാണ്. അപ്പൊ അത്തരത്തിലുള്ള പല പല ആളുകൾ റോണ്ട ബെയിൻ സീക്രട്ടിലൂടെ പറഞ്ഞ പല മനുഷ്യർ കണ്ടെത്തിയതിലൂടെ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലൂടെ ആൻഡ്രി കാർണഗി, നെപ്പോളിയൻ ഹിൽ വഴി ആൻഡ്രി കാർണഗി പറഞ്ഞത് വെച്ചതും ഒക്കെ അതാണ്. നമ്മൾ വാട്ട് യു തിങ്ക് യു ബിക്കം. എന്തുകൊണ്ട് വാട്ട് യു തിങ്ക് യു ബിക്കം? ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. നമ്മുടെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക്, നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊപ്പഗേഷൻ ആണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളും, മാഗ്നറ്റിക് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സുമാണ്. ഓരോ തോട്ട് പ്രോസസ്സും. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളിലൊക്കെ ഹൈ ലെവൽ ഓഫ് ഗാമ ഫേവ്സും തോട്ട് പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന നമ്മൾ ലിറ്ററലി ആൽഫ സ്റ്റേറ്റിലേക്ക് ആണ് എത്തുന്നത്. ആൽഫ സ്റ്റേറ്റിൽ എത്തുന്ന ആളുകൾക്കും ഒക്കെ എന്തെന്ന് പറയുന്നത്, അവർക്കൊരു ഹൈ ഫോം ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് അവരുടെ ഇതിൽ ഉണ്ടായിരിക്കുന്ന ആൽഫ സ്റ്റേറ്റിലാണ് നമ്മൾ ചിന്തകൾ കൺട്രോൾ ചെയ്യുമ്പോൾ. മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഗാമ വേവ്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ആണ്. ആ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ അത്രയും നാളായിട്ട് ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ആണെന്ന് ഒക്കെ മനസ്സിലാക്കുന്നത്, നിങ്ങളൊരു മനുഷ്യനെ അത്രയും നാൾ നിങ്ങളൊരു മനുഷ്യനെ പറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തകൾ ചിന്തിക്കുകയും ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യനെ പറ്റി നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ, നിങ്ങളൊരു വാക്ക് കൊണ്ട് പോലും സംസാരിക്കേണ്ട, അയാൾക്കത് കിട്ടും. കാരണം ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാണ്. ഈ ഒരു റോഡിന്റെ സൈഡിൽ, അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ഇരിക്കുന്ന ഒരു യുവതി മറ്റൊരു ഫ്രാൻസിൽ ഇരിക്കുന്ന ഒരു പുരുഷനെ പ്രണയിക്കുന്നത് എങ്ങനെയാണ്? അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാണ്. അവരിങ്ങനെ പ്രണയിച്ച് ഫ്ലോട്ട് ചെയ്ത് നടക്കും. എന്തുകൊണ്ടാണ്? ആ തോട്ട് പ്രോസസ്സ്. നമ്മൾ അയാളുടെ ഫിസിക്കലി പറയുന്ന വാക്കുകളല്ല അയാളെ സ്വാധീനിക്കുന്നത്, അയാളുടെ മെന്റലി കിട്ടുന്ന ആ ചിന്തകളാണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് മണിയായിട്ട് ബന്ധപ്പെട്ടാണ് ടോപ്പിക് എങ്കിലും, ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാണ്. നമ്മുടെ ഓരോ ചിന്തയും, നമ്മുടെ ശരീരവും പ്രവർത്തിക്കുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ചിന്തകൾ മാറണം. അതായത് നമ്മുടെ മെന്റേഴ്സ് ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ ക്ലാസ്സിൽ ഒരു തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഓർഗൻ, ആകെ നമ്മുടെ ശരീരത്തിൽ റീജനറേറ്റ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്ന ലിവറാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് റീജനറേറ്റ് ചെയ്തു? തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഒരു മനുഷ്യന് റീജനറേറ്റ് ചെയ്തു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിലൂടെ. ഹൗ? ഇറ്റ് ഈസ് നോട്ട് ലിറ്ററലി പോസിബിൾ അല്ലേ? അപ്പൊ നമ്മൾ പറയും അപ്പൊ മെഡിക്കൽ സയൻസ് ഒക്കെ തെറ്റോ? ഒരിക്കലുമല്ല. ഈ ലോകത്ത് പണ്ടത്തെ കാലത്ത് ക്യാൻസറിന് ചികിത്സയില്ല, ഇന്ന് ക്യാൻസറിന് ചികിത്സ കൊണ്ടുവന്നു അല്ലെ. ഇന്നും എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിന് ചികിത്സയില്ല. അങ്ങനെ പല രോഗങ്ങൾക്ക് ഇന്ന് ചികിത്സയില്ല എന്ന് പറയുന്ന നാളെ കണ്ടുപിടിച്ചുകൂടുന്നല്ല. സയൻസ് എന്താ ചെയ്യുന്നത്? സയൻസ് ഓരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഡിസ്കവറി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്ഥായിയായ, അപ്പോഴും മനുഷ്യൻ അധിപനാണ് അല്ലെ, ഡിസ്കവറി എന്ന് പറയുന്ന സ്ഥായിയായ സ്വഭാവത്തിലൂടെയാണ് ലോ ഓഫ് അട്രാക്ഷനിലേക്കും ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നും അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആളുകൾ എത്തിയിട്ടില്ലെങ്കിലും സയന്റിഫിക്കലി ഓരോ ആളുകളായിട്ട് ഇതിനെ പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അതാണ് ഞാൻ പറയുന്നത്, തൈറോയിഡ് എന്ന് പറഞ്ഞൊരു ഓർഗൻ നമ്മുടെ ശരീരത്തിൽ റീജനറേറ്റ് ചെയ്യാൻ യാതൊരു വഴിയില്ല. സർജറിയിലൂടെ റിമൂവ് ചെയ്ത ഒരു ഓർഗൻ ഒരു മനുഷ്യന് അപ്പൊ അത്രയും പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അത്രയും പോസിബിൾ ആകുമ്പോൾ പൈസ എന്ന് പറയുന്ന ഒരു ഫ്രീ വില്ലല്ല. മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ എന്ന് പറയുന്ന അവർക്ക് ഫ്രീ വില്ലുണ്ട്. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടാണ്. കമ്പാരിറ്റീവ്ലി വൈ? ബണിയെ സംബന്ധിച്ചോളവും മറ്റു പല ഹെൽത്തിനെ സംബന്ധിച്ചോളവും ഒക്കെ റിലേഷൻഷിപ്പുകൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം ഒന്ന് പറഞ്ഞ് വേറൊന്നുമല്ല, അവർക്കും നിങ്ങൾക്ക് ഫ്രീ വില്ല് ഉള്ളതുപോലെ അപ്പുറത്തെ മനുഷ്യന് ഫ്രീ വില്ലുണ്ട്. പക്ഷെ മണി അബ്സല്യൂട്ട്ലി ഈസി. കാരണം മണിക്ക് ഫ്രീ വില്ലില്ല. മണിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. നമ്മൾ മണിയുടെ എനർജിയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളുക. അത്തരത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ദിസ് ഈസ് എ വൈബ്രേഷൻ. ഒന്ന്, മണി ഒരു എനർജിയാണ്. രണ്ട്, ദിസ് ഈസ് എ വൈബ്രേഷൻ ബേസ്ഡ് യൂണിവേഴ്സ്. പൈസ നിങ്ങൾക്ക് വരാത്തത് നിങ്ങൾ കഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, നിങ്ങൾ അലസനായിട്ട് ഇരിക്കുന്നത് കൊണ്ടല്ല. പല ആളുകളും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ജോലിയൊന്നും കിട്ടാത്ത എന്താണ്? നിങ്ങൾ വൈബ്രേഷണൽ കറക്ഷൻ ചെയ്യുന്നില്ല. എബ്രാഹിം ഹിക്സ് എന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷന്റെ അധികായനായ വ്യക്തി പറയുന്നത്, നോ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് കാനോട്ട് ബീറ്റ് യുവർ ലാക്ക് ഓഫ് അലൈൻമെന്റ്. നിങ്ങൾ അലൈൻമെന്റ് അല്ലാതിരിക്കുന്ന അവസ്ഥ, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ അപ്പൊ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത ആളുകൾക്ക് എന്റെ ഫ്രണ്ട് നേടിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ചിലർ നേടിയെടുത്തിട്ടില്ല. ഈ നേടിയെടുക്കുന്ന ആളും നേടിയെടുക്കാതിരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം അലൈൻമെന്റ് ആണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി, ഞാൻ ഇതൊക്കെ പഠിച്ചു, ഇതൊക്കെ ഈ ജോലിയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഈ മാസം ഞാൻ ഇത്രയും അധ്വാനിച്ചു, അപ്പൊ എനിക്ക് പൈസ കിട്ടാൻ ബാധ്യസ്ഥനാണെന്നുള്ള ആ വിശ്വാസമാണ് നിങ്ങളെ പൈസയിലേക്ക് എത്തിക്കുന്നത്.
ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട. നിങ്ങളെ പൈസയിലേക്ക് എത്തിക്കുന്ന ഇത്രയും നാൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ള ബിലീഫ്, ഹാർഡ് വർക്ക് ചെയ്യാതെയും ബിലീഫ് ഉണ്ടാക്കിയാൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾ വെറുതെ ഇരുന്നാൽ എന്നുള്ള ഞാൻ പറഞ്ഞത്, പക്ഷെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ അതേ പവറിൽ, അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതേ മേഖലയിൽ പഠിക്കുന്ന PSC വിദ്യാർത്ഥി, അതേ മേഖലയിൽ പഠിക്കുന്ന SSC വിദ്യാർത്ഥി, അതേ മേഖലയിൽ ചെയ്യുന്ന ബിസിനസ്മാൻ, അതേ മേഖലയിൽ നിൽക്കുന്ന അതേ ഒരു കോമ്പറ്റീറ്റർ എന്നല്ല, ഒരു സഹപ്രവർത്തകൻ, നിങ്ങളെപ്പോലെ വർക്ക് ചെയ്യുന്ന ആളിന്റെ ഇരട്ടി വളരെ നിസ്സാരപ്പെട്ട ടൈമിൽ, നമ്മുടെ മെന്റേഴ്സ് ഒക്കെ എപ്പോഴും പറയും, അവരൊക്കെ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു വർക്ക് ചെയ്താലും ഇല്ലെങ്കിൽ 7 ലക്ഷം രൂപ മിനിമം എൻ്റെ അക്കൗണ്ടിൽ കിട്ടണം എന്നൊരു മൈൻഡ് സെറ്റ് അവരുണ്ടാകും. ഞാൻ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും 7 ലക്ഷം രൂപ, അവർക്കൊക്കെ 7 ലക്ഷം കിട്ടുന്നുണ്ട്. അത് അത് പലർക്കും പല രീതിയിൽ. ചിലർക്ക് ഈ മൈൻഡ് സെറ്റോട് പോകുമ്പോൾ ഏതെങ്കിലും വഴിയിലൂടെ ഒക്കെ പൈസ കിട്ടും. ചിലർക്ക് ഈ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്, ഒന്നും ചെയ്യാതെയാണ് അവർക്ക് കാശ് കിട്ടുന്നത് അല്ലെ. അവര് ഉണ്ടാക്കിയ കാശിനെ നിക്ഷേപിക്കുന്നതിലൂടെ അവർക്ക് പിന്നീട് അത് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് റിയൽ എസ്റ്റേറ്റ് റെന്റൽ ഇൻകം ഒക്കെ കിട്ടുന്ന എന്താണ്, മാസം മാസം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം, നമ്മളൊന്നും അറിയണ്ട. ഓക്കെ, അതിന് ഉയർച്ച താഴ്ച ഉണ്ടാവും. ഈ ഉയർച്ച താഴ്ചയെ പറ്റി എനിക്ക് കാഴ്ചപ്പാടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മെന്റർ എപ്പോഴും പറയും, നിങ്ങളൊരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. ഒരുപക്ഷെ ആ കമ്പനി കടത്തിലായിരിക്കാം, ആ കമ്പനി വളരെയധികം ഡെറ്റിലായിരിക്കും, പക്ഷെ അത് പൊങ്ങി വരും. അതുകൊണ്ടാണ് പലപ്പോഴും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സക്സസ് ചെയ്യുന്ന വെച്ചാൽ ഇവർ അറിഞ്ഞോ അറിയാതെ ഇത് വിജയിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഈ ലോകം സാധാരണമായ ഒരു മനുഷ്യന്റെ ലോകമല്ല. ഈ ലോകം എന്ന് പറയുന്നത് എനർജിയുടെ ലോകമാണ്, ചിന്തകളുടെ ലോകമാണ്. ആ ചിന്തകൾ നിങ്ങൾ കൃത്യമായി കൺട്രോളിൽ വരുത്തിയാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തും റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എപ്പോഴും അലറി വിളിച്ച് പറയുന്ന കാര്യമാണ്, മണി ഈസ് ആൻ എനർജി. ഇവിടെ പറയാറുണ്ട്, മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ ഈസി. നിങ്ങൾ ജനിച്ചു വീണ വീട്ടിൽ നിങ്ങളുടെ മാതാവും പിതാവും പൈസ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളും കഷ്ടപ്പെട്ടാലേ പൈസ ഉണ്ടാകും, അവരവരുടെ വീട്ടിൽ നിന്നും ഒക്കെ പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പല ആളുകളും ഡോക്ടർ ആവണമെന്നും എഞ്ചിനീയർ ആവണം. കാരണം ഈ കഷ്ടപ്പെടുന്ന മേഖലയിൽ ഈ കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടൂ എന്നുള്ള സബ് കോൺഷ്യസിൽ അടിഞ്ഞിരിക്കുന്ന മുറിവുകൾ എന്ന് തന്നെ അതിന് പറയാം. കാരണം നമ്മുടെ ലൈഫിനെ, യാതൊരു ലൈഫ് മാത്രമല്ല, ആ ലൈഫിനെ ഈസിയാക്കാത്ത എന്ത് നമുക്ക് മുറിവുകളാണ്. അത് നമ്മുടെ ശരീരത്തിലേക്കുന്ന മുറിവുകൾ മാത്രമല്ല, ഡെയിലി ആഹാരം കഴിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾ മുറിവുകളുള്ള ആളുകളാണ്. അതെല്ലാം മനസ്സിന്റെ മുറിവുകളാണ്. ആഹാരം കിട്ടണോ, ഡെയിലി നിങ്ങൾ വലിയ രീതിയിൽ നിന്ന് കഷ്ടപ്പെടാൻ ആഹാരം കിട്ടണോ, ഈ മുറിവുകൾ മാറ്റ്. കഷ്ടപ്പെട്ടാലേ പൈസ ഉണ്ടാക്കുന്നുള്ള ആ ഒരു ലിമിറ്റഡ്, അതൊക്കെ നമ്മൾ പേടി ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുണ്ട്. ലിമിറ്റഡ് ബിലീഫുകളൊക്കെ മാറ്റ്, അതിന് ഇല്ലായ്മ ചെയ്യുന്ന എങ്ങനെ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ, ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കുക. ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ പൊക്കോളും. ചിലപ്പോൾ നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതിരിക്കാൻ അനുവദിക്കില്ല. ആദ്യം വൈബ്രേഷനിൽ, ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നത് രാവിലെ എണീച്ചിട്ട് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് അതൊക്കെ നമ്മൾ ഓരോ നിമിഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പെയ്ഡ് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത് നേരെ ആക്കിയിട്ട് മറ്റേലേക്ക് കടക്കുക എന്നുള്ളതാണ് അല്ലെ. രാവിലെ എണീച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടീസ്, ഇപ്പൊ വിഷ്വലൈസേഷൻ അങ്ങനെയൊക്കെ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ പല വീഡിയോയിലൊക്കെ, അപ്പൊ നിങ്ങൾ ഏത് പ്രാക്ടീസ് ആയിക്കോട്ടെ, കാരണം എവരി 1% ചേഞ്ച്, നിങ്ങൾ പല സ്ഥലങ്ങളിൽ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ 1% ചേഞ്ച് ആണ് ലൈഫിൽ മുന്നോട്ട് പോകുക. അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് രാവിലെ എണീക്കണം പറയുന്നത്. രാവിലേക്ക് എണീച്ചിട്ട് ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ചെയ്തിട്ട് നിങ്ങൾ നോർമൽ ലൈഫിലേക്ക് കടക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഹാർഡ് വർക്ക് എന്തായാലും വെറുതെ ചെയ്യുന്നു, പക്ഷെ അതിന്റെ ആവശ്യമില്ല, അത്രയും ഹാർഡ് വർക്കിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നിറവേറ്റപ്പെടും. അപ്പൊ ഇത് ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് വരാം. കാരണം എന്താണ്, നോ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് കനോട്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ടും, ചില ആളുകൾക്കെങ്കിലും ഒന്നും ചെയ്യാതെയും പൈസ കിട്ടൂലെന്ന് ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അവർക്ക് സോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അല്ലെ. ഏതെങ്കിലും രീതിയിൽ അവർക്ക് അത്രയും കാശ് വരാനുള്ള സോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എത്ര വൈബ്രേഷനലി അലൈൻഡ് ആയിട്ടാണ് പണക്കാരന്റെ വീട്ടിലെ ആളുകൾ ജനിക്കുന്നത്? ഇത് പക്ഷെ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്, എങ്കിലും അതിന് ഉത്തരം തരാം. മേ ബി അവർക്കൊരു അതിലാണ് ഞാൻ ബിലീവ് ചെയ്തില്ല, മേ ബി നമുക്ക് അതിന്റെ ഒരു ഹൈപ്പോത്തറ്റിക്കലായി എക്സ്പ്ലെയിൻ ചെയ്യാം. അവർക്കൊരു കഴിഞ്ഞ ജന്മം ഉണ്ടെങ്കിൽ
ദെയർ അനദർ ജന്മത്തിലെ തോട്ട് പ്രോസസ്സുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഇത് ആക്ടിവിറ്റീസുമാണ് അവരെ ഈ ലൈഫിലേക്ക്. ഈ കർമ്മ കണക്കുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ കർമാസ് എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ തോട്ട് പ്രോസസ്സാണ് കർമാസ്. നമ്മുടെ ആക്ടിവിറ്റീസ് തന്നെയാണ് കർമാസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തോട്ട് പ്രോസസ്സാണ് നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ ആക്ടിവിറ്റി പോസിറ്റീവ് ആവും. ആളുകളുടെ ബിഹേവിയർ, ആളുകളൊക്കെ നമുക്ക് വേണം. അതും ആദ്യമേ പറയും. മണിയായിട്ട് മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. റിലേഷൻഷിപ്പുകളും ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ എവിടെയെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ മണി മാനിഫെസ്റ്റേഷനെ ബാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലോജിക്കൽ എക്സ്പ്ലനേഷൻ അല്ല, മാനിഫെസ്റ്റേഷനിലുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പൈസ ആയിട്ട് ബന്ധപ്പെട്ട അതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ പല സ്ഥലങ്ങളിലും മോശപ്പെട്ട് കിടക്കുകയായിരിക്കും. ആ റിലേഷൻഷിപ്പുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ ഒരിക്കലും ഡിസ്റ്റർബ്ഡ് ആവരുത്. ഈ അലൈൻമെന്റ് എന്നൊക്കെ പറയുന്നത് അതാണ്. പിന്നെ ഡീപ്പായിട്ട് എങ്ങനെ എപ്പോൾ എന്നുള്ളത് നമ്മുടെ പേര് ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എന്നാ ടോപ്പിക്. ഇത്രയേ ഉള്ളൂ സാരാംശം. മണി മാനിഫെസ്റ്റ് ചെയ്യാനാണ് നിങ്ങളോട് വന്നിരിക്കുന്നത്. മണി മാനിഫെസ്റ്റേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ വൈബ്രേഷനിൽ അലൈൻഡ് ആകണം. നിങ്ങൾ മണീസ് ആൻഡ് എനർജിയും തിരിച്ചറിയണം. നിങ്ങളുടെ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ആയിട്ടുള്ള നിങ്ങളുടെ ചിന്തകളും ഫീലിങ്സും നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഓരോ ദിവസവും ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് മാറും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ എന്താണ് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ, പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് ചിന്തകളെ കൺട്രോൾ ചെയ്യും, എങ്ങനെ ചിന്തിക്കണം. നമ്മളെ ഒരു 3, 4, 5 പ്രോസസ്സ് അലൈൻമെന്റ് ഉണ്ട്. ഓരോരോ പ്രോസസ്സുകളാണ്, ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഡീപ്പസ്റ്റ് ഹീലിങ്സ്. ഒരു പാത്രത്തിൽ ചെളി ഉണ്ടെങ്കിൽ ചെളി കോരി കളഞ്ഞാലേ വെള്ളം കുടിക്കാൻ പറ്റൂ. ഡെയിലി ഹീൽ ചെയ്യണം. അഡ്വാൻസ്ഡ് ഹീലിംഗ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഡീപ്പായിട്ടുള്ള ലെവലിലെ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. പല ആളുകൾ ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ക്ലയന്റ് ആക്കിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഗൾഫിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു. ആ ജോലി നഷ്ടപ്പെട്ട ജോലിയല്ല, അദ്ദേഹത്തിന് അവിടെ നിന്ന് റിസൈൻ ചെയ്യണമെന്ന് കുറച്ച് എമൗണ്ട് കിട്ടണം. ആ കിട്ടാനുള്ള എമൗണ്ട് കിട്ടി. അദ്ദേഹത്തിന് തിരിച്ചു പോകാനുള്ള പുതിയ വിസ വന്നു. 2 വഴിയിലൂടെ ആ വിസയൊക്കെ വന്നു. അപ്പം അത്രയും പവർഫുൾ ആണ് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകളെന്ന് ആലോചിക്കണം. നിങ്ങൾ കൃത്യമായിട്ട്. വേറൊരു ക്ലയന്റ് ഉണ്ട്, ഒരു ലേഡിയാണ്. അവർക്കും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, ഒരു സിംഗിൾ മദറാണ്. അവർക്കൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വന്നു. പൈസ കൂടുതൽ അവർക്ക് കിട്ടാനുള്ള പല മാർഗങ്ങളും, പുതിയൊരു കാറൊക്കെ എടുത്തു. അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളുടെ ക്ലാസ്സിലൂടെ കിട്ടുന്നത്. നമ്മുടെ ക്ലാസ്സിലൂടെ നല്ല ഈ ടോപ്പിക്ക് ഇത് മനസ്സിലാക്കുക. ആദ്യം പറയാം, നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ഒക്കെ കിട്ടും. എന്തുകൊണ്ട് നിങ്ങൾ പേ ചെയ്ത് പഠിക്കണം? വൈ അല്ലേ? ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ്. എല്ലാ ട്രെയിനേഴ്സും ഒന്നാമത്തെ കാര്യം, എൻ്റെ മെന്റർ പറഞ്ഞ വാക്ക് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്. അതേപോലെ ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ, ലോ ഓഫ് അട്രാക്ഷൻ എന്നല്ല, എന്തും ട്രേഡിങ്ങോ അല്ലെങ്കിൽ എന്തിനെ പറ്റി ഒരുപാട് ഫ്രീ ഇൻഫർമേഷൻ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാം. ഇപ്പൊ നിങ്ങളൊരു ജോലി മാർഗം ചെയ്യുന്ന പോലെ അവരും അതിലൊരു വരുമാന സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലെ. എന്ത് നന്മയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു വരുമാന സാധ്യത എന്തായാലും ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം, ഇപ്പൊ സത്യത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലും അങ്ങനെയാണ് അല്ലെ. അപ്പോ ആ മെന്റർ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും അതിന് നമ്മൾ 2 കാര്യങ്ങൾ കൊടുക്കണം. ഒന്നിൽ നിങ്ങൾക്ക് ടൈം കൊടുക്കാം, അല്ലെങ്കിൽ പയ്യെ 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 പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറേ ഇൻഫർമേഷൻ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചിലപ്പോൾ അതും പാടാണ്. അതും ഇതിൽ പോസിബിൾ അല്ല. ഒന്നുകിൽ നമ്മൾ മണി കൊടുക്കുക. സമയത്ത് വാങ്ങിക്കുന്നതാണ് പൈസ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇടറി വീഴാം. നിങ്ങൾ പയ്യപ്പഴേ വീഴാം ഉള്ള സാധ്യതയുണ്ട് കുറേ. അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പഠിപ്പിക്കുന്ന ആളുകളാകുമ്പോൾ ഈ ടൈം ഗ്യാപ്പ് നിങ്ങൾക്ക് കുറയ്ക്കുകയും സ്പീഡായിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കോഴ്സുകൾക്ക് കണക്കില്ല പഠിക്കുന്ന സമയത്ത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടുന്ന ഒരു 10 മുതൽ 15% വരെ പുതിയ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല പല പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ സ്കൂളിലും ഈ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് നിങ്ങൾ സ്കൂളിലും കോളേജിലും എവിടെയും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈവൻ സൈക്കോളജി പോലും ക്ലാസ്സുകളിലൊക്കെ വളരെ ചുരുക്കമായ കോളേജുകളിലും സ്കൂളുകളിലേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കുക, ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം, പ്രാക്ടിക്കൽ വിദ്യാഭ്യാസം. ഒരു സൈക്കിൾ ചവിട്ടാൻ നമുക്ക് പേപ്പർ ചെയ്തിട്ട് കാര്യമില്ല, സൈക്കിൾ ചവിട്ടി തന്നെ ആകണം അല്ലേ. ഇതാണ് പ്രാക്ടിക്കൽ. ഒരു ബിസിനസ് ചെയ്യാൻ നമ്മളൊരു മാർക്കറ്റിംഗ് വേണമെങ്കിൽ അത് പഠിക്കണം, അല്ലെങ്കിൽ ഒരു വർക്ക് വേണമെങ്കിൽ അത് സ്കില്ല് വേണമെങ്കിൽ പഠിക്കണം, ആ ജോലി ചെയ്ത് പഠിക്കണം. അതിനാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലേ.
അപ്പൊ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളാണ് നമ്മൾ ഒരു ഒരു മുന്നേ നമ്മുടെ ബാക്ക് ലൈഫിൽ നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യമൊന്നും അല്ല വിദ്യാഭ്യാസം എന്നുള്ളതാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത്. അതല്ല, ഇതാണ് വിദ്യാഭ്യാസം. ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, പുതിയ സ്കില്ലുകൾ, ട്രേഡിങ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എഡ്യൂക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലൂടെ നേടുന്ന എക്സ്പീരിയൻസസുമാണ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ. ഒരു സ്ഥലത്ത് ലോകത്തെ എങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു കോളേജുകളിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോളേജുകളിലും സ്കൂളുകളിലും നമ്മുടെ പ്രോപ്പർ നമ്മുടെ നമ്മൾ വെറുതെ പഠിക്കുന്ന കാര്യം എന്ന് തന്നെ വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മതി. ലോകത്തെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഒക്കെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വേണം. എല്ലാ ആളുകളും പല രാജ്യങ്ങളിലും അങ്ങനെ അല്ല കാര്യം കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ വേണ്ടത് മാത്രമാണ്, ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് കൊച്ചിലേ തൊട്ടേ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ 10 വരെ കുറേ കമ്പൽലിങ് എഡ്യൂക്കേഷൻ, ഇതല്ല യഥാർത്ഥ എഡ്യൂക്കേഷൻ മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ബിസിനസ് ഓണാണ്. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, എന്ത് ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും ഒരു ബിസിനസ് ഓണറിന്റെ മൈൻഡ് സെറ്റോട് കൂടി കാര്യങ്ങൾ സമീപിക്കുക. ബിസിനസ്സുകാരൻ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺസ് പ്രതീക്ഷിച്ചാണ്. അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഒരു കോഴ്സിൽ ഞാൻ പഠിക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തിയ എമൗണ്ട് അപ്പുറത്തേക്ക് ഇത് ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എനിക്ക് റിട്ടേൺസ് ഉണ്ടാവും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ, മാനിഫെസ്റ്റേഷന് ശുഭപ്രതീക്ഷയാണല്ലോ, ശുഭപ്രതീക്ഷയിൽ പോസിറ്റീവ് നമ്മുടെ ട്രേഡിങ്ങിന്റെ സാറൊക്കെ പറയുന്നത് നമ്മൾ ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. ആ ട്രേഡിങ് ആ ഒരു രീതിയിൽ മാർക്കറ്റ് പോവുള്ളൂ. അപ്പൊ അതേ കണക്ക് നമ്മൾ കൃത്യമായിട്ട് ഒരു എന്താണ് അത്തരത്തിലുള്ള കാഴ്ചയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ കാര്യം. നിങ്ങളുടെ ചിന്തകളിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ചിന്തകളാണ്. അപ്പൊ സൂക്ഷിച്ചൊക്കെ ചിന്തകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് കാര്യങ്ങൾ. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പെയ്ഡ് ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഇടും. ഫ്രീ ലൈവ് ക്ലാസ്സസും ഇതേപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിന്റെ പ്രോസസ്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സമയം ഏകദേശം കഴിഞ്ഞു, ഇല്ലെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാം. ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ, നിങ്ങളൊന്ന് ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ. ക്ലാസ് ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻഡ് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ക്ലാസ്സിന്റെ എൻഡ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ഡെയിലി സീരീസ് എല്ലാ ദിവസവും ഉണ്ടാവും. ഈ ഫ്രീ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം യൂട്യൂബിൽ കാണുന്ന ആളുകൾക്കാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഇതേ കണക്ക് നമ്മളടുത്ത് ലൈവ് ഇന്ററാക്ട് ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് ക്ലാസ്. വളരെ ഇൻഫോർമേറ്റീവ് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.